ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു അക്സൈ വ്ലോഗ്സ്. അപ്പൊ ഇന്ന് അക്സൈ വ്ലോഗ്സിൽ ഒരു ചെറിയ ട്രാവലോഗാണ്. ചെല്ലഞ്ചി പാലം എന്ന സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഗൂഗിൾ റിവ്യൂസ് ഒക്കെ കണ്ടു, ഇൻസ്റ്റാഗ്രാം ത്രൂ ഷെയറിലാണ് വന്നത്. അപ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 40 കിലോമീറ്റേഴ്സ് ഫാറാണ്. കല്ലറ സ്ഥലമുണ്ട്. കല്ലറയ്ക്കും നന്ദിയോട് സ്ഥലത്തിനും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജാണിത്. അപ്പോൾ ഒരു മേൽപ്പാലമുണ്ട്. ഈ പാലം ഏകദേശം ഒരു 145 മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ രണ്ട് പഞ്ചായത്ത് കണക്ട് ചെയ്യുന്ന പോലെ, അതായത് പൊന്മുടിക്കൊക്കെ പോവാൻ വെഞ്ഞാറമൂടിന്ന് വരുന്നവർക്ക് ഈ റൂട്ട് വഴി പോകാൻ പറ്റും എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. അത്യാവശ്യം നല്ല ഒരു ട്രാവൽ ആയിരുന്നു ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഇവിടെ ഒരു നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയുണ്ട്. പുഴയുണ്ട്. ഇന്നലെ ഇതുവരെ ഡ്രൈ ആയിരുന്നു എന്നാ പറഞ്ഞത്, വേനൽക്കാലം ആയതുകൊണ്ട്. പക്ഷെ ഇന്നലെ നമുക്ക് നല്ലൊരു പെരുമഴ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ മഴയിൽ അത്യാവശ്യം നല്ല കുത്തൊഴുക്കാണ്. സോ എല്ലായിടത്തും ഇവര് സ്വിമ്മിങ്ങിനൊന്നും സമ്മതിക്കുന്നതല്ല ഈ പരിസരവാസികൾ. അപ്പൊ ചില ഏരിയസിൽ മാത്രമേ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നുള്ളൂ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വരുന്നവർ പ്ലാൻ ചെയ്താൽ മതിയാവും. പക്ഷേ ഒരു നല്ല ഏർലി മോർണിംഗ് ടൈമിൽ കോടയുണ്ട്. അപ്പൊ വരുമ്പോ അത് കാണാൻ നല്ലതായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോ ഏകദേശം ഒരു 8 മണിയായി. പിന്നെ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലതായിരിക്കും. കുട്ടികളൊക്കെ വന്നാല്, ഫാമിലീസ് ഒക്കെ ആയിട്ട് വന്നാൽ, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നാലും കാണാനൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പൊ നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാം. നമ്മള് മേൽപ്പാലം കണ്ടു. ഇനി ഇവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചപ്പോ പറഞ്ഞത് ഇവിടെ ഒരു ഇരുമ്പ് പാലം ഉണ്ടെന്നത്രേ. അപ്പൊ അത് കാണാൻ വേണ്ടി, അപ്പൊ അവിടേക്ക് കാറ് ചെല്ലില്ല, 2 വീലർ മാത്രമേ പോകുന്നുള്ളൂ. അപ്പൊ അവിടെ പോയി നോക്കാം, അവിടെ എന്താ കാണാൻ പറ്റുന്നതെന്ന് അറിയാം, എന്നിട്ട് കാണിച്ചു തരാം. ഗൈസ്, അപ്പൊ നമ്മള് അവര് പറഞ്ഞനുസരിച്ച് ഒരു സ്ഥലത്ത് പിന്നെയും വന്നിട്ടുണ്ട്. എന്ത് രസമല്ലേ ഇങ്ങനെ നമ്മള് സ്ഥലങ്ങള് അവിടെ ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു, പോവാൻ പറ്റുന്നതാണെങ്കിൽ പോയി കാണുന്നു. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കൊക്കെ വരാൻ പറ്റുന്നതാണ്. ഇത് 2 വീലർ പാസേജ് ആന്ന് പറഞ്ഞു. ആദ്യം ഞാൻ കയറാന്ന് പേടിച്ചു, പക്ഷെ അല്ല, 2 വീലറൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഇരുമ്പ് പാലം. ഇത് ഏകദേശം ഒരു 10-15 വർഷമായി പണി കഴിപ്പിച്ചിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. ഇതും ചെന്നിറങ്ങുന്നത് ഒരു ചേത്തിലോട് എന്ന് പറയുന്ന ജംഗ്ഷനിലേക്കാണ്. അപ്പൊ മെയിൻ റോഡിൽ എത്തുന്ന പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു വേ കണക്റ്റിംഗ് ഉണ്ട് ഇവിടെ. ദെൻ ഈ വെയിലിന്റെ പ്രശ്നം ഉണ്ടെന്നുള്ളത് അത് ഈ ടൈമിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെയും ആ ഒരു കോട, ഒരു കോസി ക്ലൈമറ്റ് ആയിരിക്കും. എൻജോയ്. നിങ്ങൾക്കൊക്കെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഈ സാധനം ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. പാളയും ഇതെങ്ങനെ എല്ലായിടത്തും ഇപ്പൊ കാണാൻ കിട്ടുന്നില്ല ആക്ച്വലി. പണ്ട് നമ്മളിങ്ങനെ ഇതിലിരിക്കും, അപ്പൊ നമ്മുടെ മൂത്ത കുട്ടികള്, മുതിർന്നവരൊക്കെ ഇതിലിങ്ങനെ വലിച്ചുകൊണ്ട് പോവും. അങ്ങനത്തെ ഒരു ഐറ്റം. തറവാട് പോലത്തെ ഒരു വീടാണ്. അപ്പോൾ അവിടെ ഹൗസ് ഓണർ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അവരിത് ഹോം സ്റ്റേ ആക്കി റെനോവേറ്റ് ചെയ്ത് വെച്ചേക്കാം. ലൈക്ക് ഇവിടേക്ക് വരുന്ന, ഇതൊക്കെ കാണാൻ വരും, ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാന്ന് അവർ പറയുന്നു. പക്ഷെ ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. ബട്ട് ഇറ്റ് സീയിങ് സോ ഗുഡ്. എൻട്രൻസ് ആക്ച്വലി ഇവിടുന്ന് നമ്മുടെ ഇന്നത്തെ ഒരു മോർണിംഗ് എക്സ്പ്ലോറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വൈബ് സെറ്റാക്കാൻ വേണ്ടി പോയതാണ്. നൈസായിരുന്നു. ഒരു മൊത്തത്തിലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അടുത്തുമാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ റീച്ച് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ ഒരു സ്ഥലം. അപ്പോൾ ഈ ലൊക്കേഷനും ഇതൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റട്ടെ, ഇത് കണ്ണ് കാണുന്നവർക്കൊക്കെ പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. കൊല്ലം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ളവർക്കൊക്കെ വളരെ അടുത്ത് തന്നെയാണ്. ട്രിവാൻഡ്രം ഫാർ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇനിയും ചെറിയ ചെറിയ ട്രാവലോഗ്സുമായിട്ട് വരുന്നതായിരിക്കും. Until then, take care. Bye bye.